സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള ബസ് നോക്കി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഹേമ. 7 മണിക്ക് വരേണ്ട ബസ് 7:30 കാണാതായപ്പോൾ അവൾക്ക് പരിഭ്രമമായി. അതേ ചേട്ടാ, ചെമ്പൂർക്കുള്ള ബസ് പോയോ? ഹേമ അടുത്തു നിന്ന ഒരാളോട് വിവരം തിരക്കി. ഞാനും ആ വഴിക്കാ മോളെ. 7 മണിക്കുള്ള ബസ് വന്നില്ല. പകരം 8 മണിക്കുള്ള അവസാന ബസ്സുണ്ട്. അതിൽ പോകേണ്ടി വരും. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹേമയ്ക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. ടൗണിലെ തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി നോക്കുകയാണ് ഹേമ. വയസ്സ് 25 കഴിഞ്ഞു. അവൾക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ. ബസ് വൈകുമെന്ന് കേട്ടപ്പോൾ ഹേമ അമ്മയെ വിളിച്ച് 7 മണിക്കുള്ള ബസ് ഇല്ലായിരുന്നുവെന്നും 8 മണിക്കുള്ള ബസ്സിൽ വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. ചെമ്പൂർ സ്റ്റാൻഡിലിറങ്ങി അരമണിക്കൂർ നേരം വിജനമായ പാടവരമ്പിലൂടെ നടന്നു വേണം അവളുടെ വീട്ടിലെത്താൻ. രാത്രി 8 മണി കഴിഞ്ഞാൽ ആ വഴിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. കള്ളും കഞ്ചാവും അടിച്ച് പാതിബോധത്തിൽ അതുവഴി തനിച്ചു പോകുന്ന സ്ത്രീകളെ തൊട്ടുരുമലും ശല്യം ചെയ്യലുമൊക്കെയാണ് അവന്മാരുടെ സ്ഥിരം പണി. ഒടുവിൽ ശല്യം സഹിക്കാൻ കഴിയാതെ അന്നാട്ടിലെ സ്ത്രീകളെല്ലാവരും ചേർന്ന് പോലീസിൽ കേസ് കൊടുക്കുകയും കുറച്ചു ദിവസം രാത്രികാലങ്ങളിൽ പോലീസ് ആ ഭാഗത്ത് പട്രോളിങ്ങിന് വന്നു പോയപ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം പാടെ മാറുകയും ചെയ്തു. എങ്കിലും കഴിവതും രാത്രി 8 മണി കഴിഞ്ഞാൽ സ്ത്രീകൾ അതുവഴി കഴിവതും യാത്ര ചെയ്യാതായി. ടൗണിൽ നിന്ന് ചെമ്പൂർ വരെ 1 മണിക്കൂർ യാത്രയുണ്ട്. ബസ്സിറങ്ങി വീട്ടിലെത്തുമ്പോൾ 9:30 ആകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പാടവരമ്പിലൂടെയുള്ള യാത്രയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ സിരകളിൽ ഭയം അരിച്ചിറങ്ങാൻ തുടങ്ങി. എന്നും അവളുടെ കൂടെ ഉണ്ടാകാറുള്ള വീടിനടുത്തുള്ള ചേച്ചി സുഖമില്ലാത്തത് കാരണം ഒരാഴ്ചയായി കൂടെയില്ല. അതുകൊണ്ട് ഒരാഴ്ചയായി തനിച്ചാണ് അവളുടെ യാത്ര. പക്ഷേ ഇന്ന് പതിവിലുമധികം താമസിച്ചതുകൊണ്ട് ഹേമയ്ക്കാകെ ഭയം തോന്നി. വീട്ടിൽ നിന്നോ അയൽപ്പക്കത്തു നിന്നോ കൂട്ടിന് വിളിക്കാൻ ഒരാൺതുണ ഇല്ലാത്തതോർത്ത് അവൾ സങ്കടപ്പെട്ടു. ചിന്തകളിൽ മുഴുകി അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റാൻഡിലേക്ക് 8 മണിക്കുള്ള ബസ് വന്നു. ഹേമ ബസ്സിൽ കയറി ഏറ്റവും പുറകിലുള്ള സീറ്റിൽ വിൻഡോ സൈഡിലായി ഇരിപ്പുറപ്പിച്ചു. ബസ് നിറച്ച് ആളുകൾ ഇരിപ്പുണ്ടെങ്കിലും പലരും പല സ്റ്റോപ്പിലായി ഇറങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ചെമ്പൂർ സ്റ്റാൻഡിൽ ബസ് എത്തിയപ്പോൾ ഇറങ്ങാനായി ഹേമയും വേറെ 2 പുരുഷന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റാൻഡും ആളൊഴിഞ്ഞ് ശൂന്യമായിരുന്നു. അപ്പോഴേക്കും ചെറുതായി മഴ പൊടിയുന്നത് കണ്ട് ഹേമ ബാഗിൽ നിന്ന് കുടയെടുത്ത് നിവർത്തി പിടിച്ചു. സാരിത്തുമ്പ് തോളിലൂടെ ചുറ്റി റോഡിലാകെ കണ്ണോടിച്ചുകൊണ്ട് അവൾ കാലുകൾ വലിച്ചു വെച്ച് നടന്നു. അവൾക്കൊപ്പം ബസ്സിറങ്ങിയ 2 പുരുഷന്മാർ അല്പം മുൻപിലായി നടന്നു പോകുന്നത് ഹേമ കണ്ടു. ഒരു കവല കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞുപോയി. കവലയിലുള്ള കടകളൊക്കെ ഏകദേശം അടച്ചു തുടങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവൾക്ക് പോകാനുള്ള പാടവരമ്പ് തുടങ്ങും. വരമ്പിൽ കൂടി 15 മിനിറ്റോളം നടന്നാലേ വീടെത്തുകയുള്ളൂ. ഹേമ മുന്നിലും പിന്നിലും നോക്കി. വഴിയിലെങ്ങും ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. അവൾ ആകാശത്തേക്ക് നോക്കി. കാർമേഘം വിട്ടുമാറി പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറ്റൽ മഴയും നിലച്ചിരുന്നു. അപ്പോഴേക്കും അവൾ പാടവരമ്പിലേക്ക് എത്തിയിരുന്നു. ഹേമ കുടമടക്കി ബാഗിലേക്ക് വെച്ചിട്ട് ചെറിയൊരു പേനാക്കത്തിയെടുത്ത് ഇടുപ്പിൽ തിരുകി വെച്ചു. അപകടകരമായ സാഹചര്യമുണ്ടായാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ ആ കത്തി കയ്യിൽ കരുതിയിരിക്കുന്നത്. ചുറ്റിനും വീക്ഷിച്ചുകൊണ്ട് ജാഗ്രതയോടെയാണ് അവൾ മുന്നോട്ട് പോയത്. അപ്പോഴാണ് അവളൊരു കാഴ്ച കണ്ടത്. കൊയ്ത്തു കഴിഞ്ഞ വയലിൻ്റെ അരികു പറ്റി 2 പേരിരുന്ന് മദ്യസേവ നടത്തുന്നുണ്ട്. അവരെ മറികടന്നു വേണം അവൾക്ക് പോകേണ്ടതും. നടന്ന് അടുത്തെത്താറായപ്പോഴാണ് ആ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ബസ്സിൽ വെച്ച് സ്ത്രീകളെ സ്ഥിരമായി ശല്യം ചെയ്തിരുന്നവനാണ് ഒരാൾ. മറ്റേയാൾ കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ്. 2 പേരും കുറച്ചുനാൾ ജയിലിലായിരുന്നു. ഇവരെപ്പോഴാ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതെന്ന് അവൾ ഓർത്തു. ഇരുവരും കുഴപ്പം പിടിച്ചവന്മാരായതുകൊണ്ട് ഹേമയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ഉടലാകെ വിറപൂണ്ട് അവൾ വെട്ടിവിയർത്തു. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ നടന്നു. ദൂരെ നിന്ന് ഹേമ നടന്നു വരുന്നത് അവന്മാർ കണ്ടിരുന്നു. എടാ സുഗു, നല്ല പീസാണല്ലോ ആ വരുന്നത്. ഒന്ന് മുട്ടി നോക്കിയാലോടാ. അടുത്തൊന്നും ആരുമില്ല. വാസു ചുറ്റിനും നോക്കി പറഞ്ഞു. നിനക്ക് ധൈര്യമുണ്ടോ? ജയിലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ നമ്മൾ. വീണ്ടും കയറേണ്ടി വരുമോ? അടുത്തൊന്നും ആരുമില്ലല്ലോടാ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആര് കാണാനാ? ശരിയാ, നമ്മളല്ലാതെ എവിടെയെങ്ങും ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. വാസുവിൻ്റെ വാക്കുകൾ സുഗു ശരിവെച്ചു. നീ ഒരുങ്ങിയിരുന്നോ? അവൾ അടുത്തെത്തിയ ചാടി വീണ് പിടിച്ചോ? കുറേ നാളായി ഒരു പെണ്ണിൻ്റെ ചൂടറിഞ്ഞിട്ട്. വാസുവിൻ്റെ മിഴികളിൽ കാമാഗ്നി നിറഞ്ഞു. നടന്നു വരുന്ന ഹേമയുടെ ഉടലഴവുകളിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ. അവൾ അടുത്തെത്തിയാൽ ചാടി വീണ് ആക്രമിക്കാൻ കണക്കിന് തയ്യാറായി നിൽക്കുകയാണ് സുഗു. ഉള്ളിലെ ഭയത്തെ അടക്കി നിർത്തി വാസുവിനെയും സുഗുവിനെയും മൈൻഡ് ചെയ്യാതെ അവൾ മുന്നോട്ട് നടന്നു പോയതും സുഗു അവളെ പിന്നിൽ നിന്നും വായ പൊത്തി വട്ടം പിടിച്ചു. അങ്ങനെയൊരു ആക്രമണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഹേമ കൈകാലുകൾ ഇട്ടടിച്ച് അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതറി. വായ പൊത്തിപ്പിടിച്ചിരിക്കുന്ന സുഗുവിൻ്റെ കൈപ്പത്തിയിൽ പല്ലുകൾ ആഴ്ത്തി അവൾ നിലവിളിക്കാൻ ഒരു ശ്രമം നടത്തി.
അത് കണ്ടതും വാസു ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന തോർത്തമുണ്ടഴിച്ച് ഹേമയുടെ വായിലേക്ക് കുത്തിക്കയറ്റി. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അവൾ ഇരുവരെയും തള്ളി മാറ്റി ഓടാൻ ശ്രമിച്ചെങ്കിലും വാസു അവളുടെ കൈകൾ പിന്നിൽ നിന്ന് കുരുക്കിട്ട് പിടിച്ചു. സുഗു അവളുടെ കാലിലും പിടുത്തമിട്ടു. ശേഷം ഇരുവരും അവളെ പൊക്കിയെടുത്ത് കൊയ്ത്തു കഴിഞ്ഞു കിടന്ന പാടത്തേക്കിറങ്ങി. രണ്ടുപേരും കയ്യിലും കാലിലുമായി പിടുത്തമിട്ടപ്പോൾ ഹേമയ്ക്ക് ശരീരമനക്കാൻ കഴിയാതെയായി. ഭയം കൊണ്ട് അവളുടെ മിഴികൾ മിഴിഞ്ഞു വന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി പുറത്തേക്കൊഴുകി. വാസുവും സുഗുവും അവളെ നിലത്തേക്ക് കിടത്തി. സ്ഥാനം തെറ്റിയ സാരിക്കിടയിലൂടെ തെളിഞ്ഞു കാണുന്ന വെളുത്തൊട്ടിയ വയറും മാറിടങ്ങളുടെ മുഴുപ്പും അവരെ വികാരം കൊള്ളിച്ചു. "ഡീ പെണ്ണെ, നീ ഏതാണെന്നോ എവിടെയുള്ളതാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ കൂടെ സഹകരിച്ച് കിടന്നാൽ നിനക്ക് നേരത്തിനും കാലത്തിനും വീട്ടിൽ പോകാം. ആരും ഒന്നും അറിയേമില്ല. അല്ലാതെ കിടന്ന് ബഹളമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ നിനക്ക് ഒരുപാട് വേദനിക്കേണ്ടി വരും. നിന്റെ ഈ വെളുത്തു തൊടുത്ത മേനിയിൽ മുറിവുകളും ചതവുകളും വരുത്തണ്ടെങ്കിൽ അടങ്ങിക്കിടന്നോ. കിടന്ന് നിലവിളിച്ചാലും ഈ സമയത്ത് ഈ വഴിയിൽ കൂടി ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിക്കിടന്നാൽ നിനക്കും സുഖം കിട്ടും, ഞങ്ങൾക്കും സുഖം കിട്ടും." വാസുവിൻ്റെ പരുക്കൻ ചുണ്ടുകൾ ഹേമയുടെ മുഖത്തും കഴുത്തിടുക്കിലും പരതി നടന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധമടിച്ച് അവൾക്ക് ഓക്കാനം വന്നു. ഈ കാടന്മാരുടെ ഇടയിൽ നിന്നും എങ്ങനെയാ രക്ഷപ്പെടുക എന്നോർത്ത് ഹേമയ്ക്ക് കരച്ചിൽ വന്നു. എന്ത് വില കൊടുത്തും തൻ്റെ മാനം കാത്തു സൂക്ഷിക്കണമെന്നും ഇവിടെ ആരും തൻ്റെ രക്ഷയ്ക്ക് എത്താനില്ലെന്നും തന്നെ രക്ഷിക്കാൻ താൻ തന്നെ മനസ്സ് വയ്ക്കണമെന്നും അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവന്മാരുടെ പരാക്രമണത്തിന് മുന്നിൽ ഹേമ നിശ്ചലയായി കിടന്നുകൊടുത്തു. അവളിൽ നിന്നും എതിർപ്പുകളൊന്നുമില്ലാത്തത് ഇരുവരും ശ്രദ്ധിച്ചു. "സുഗു, അവളുടെ കാലേന്ന് വിട്ടേക്കടാ." പെണ്ണ് സുഖിച്ചു തുടങ്ങി. ഹേമയുടെ വായിൽ തിരുകിയിരുന്ന തോർത്തുമുണ്ട് വലിച്ചെടുത്ത് വാസു പറഞ്ഞു. സുഗു അവളുടെ കാലിലെ പിടിവിട്ടു. ഹേമ അനങ്ങാതെ ആ കിടപ്പ് കിടന്നു. "ആദ്യം ഞാൻ, എന്നിട്ട് നിനക്ക്, കേട്ടാ സുഗു?" ആർത്തിയോടെ വാസു അവളുടെ മാറിൽ നിന്നും സാരി മാറ്റി. "എനിക്ക് തിരക്കൊന്നുമില്ലടാ, ഞാൻ 2 കൂടി വീശി വരാം. അപ്പോഴേക്കും നിന്റെ കാര്യം കഴിയില്ലേ?" പറഞ്ഞിട്ട് സുഗു അവരാദ്യം ഇരുന്നിടത്തേക്ക് നടന്നു. അവിടെ ഇരുന്നു കൊണ്ട് വാസുവിൻ്റെ ചെയ്തികൾ വീക്ഷിച്ചു രസം പിടിച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ ഹേമയുടെ ശരീരം വാസുവിനെ മത്തുപിടിപ്പിച്ചു. അവൻ്റെ കൈകൾ മെല്ലെ അവളുടെ മാറിനെ പിടിച്ചുടച്ചു. അറപ്പുളവാക്കുന്ന ഒരു നികൃഷ്ട ജീവി തൻ്റെ ശരീരത്തിൽ പടർന്നു കയറുന്നത് പോലെയാണ് ഹേമയ്ക്കപ്പോൾ തോന്നിയത്. കുതറി മാറാനോ നിലവിളിക്കാനോ ശ്രമിക്കാതെ വാസു ചെയ്യുന്നതൊക്കെ മിണ്ടാതെ സഹിച്ചു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ വാസുവിന് ഹരങ്കേറി. അവൾ തങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞുവെന്ന് അവന് ബോധ്യമായി. വാസു പെട്ടെന്ന് എഴുന്നേറ്റ് ഉടുമുണ്ട് പറിച്ചെറിഞ്ഞ് ഹേമയുടെ ദേഹത്തേക്ക് അമർന്നു. അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ പൊട്ടിക്കാൻ ആർത്തിയോടെ പാഞ്ഞെടുത്തതും ഇടുപ്പിൽ കരുതി വെച്ചിരുന്ന പേന കത്തിയെടുത്ത് വാസുവിൻ്റെ ലൈംഗികാവയത്തിലേക്ക് കുത്തിയിറക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഹേമയുടെ ആ നീക്കത്തിൽ ഒരലർച്ചയോടെ പിടഞ്ഞുകൊണ്ട് വാസു നിലത്ത് കിടന്നുരുണ്ടു. വായിൽ വന്ന മുഴുത്ത തെറി വിളിച്ച് വേദന കടിച്ചമർത്തി അവൻ അവളെ നോക്കി മുരണ്ടു. ഹേമ കുത്തിയിറക്കിയ പേനാക്കത്തി അവൻ ഒരുവിധം വലിച്ചൂരി. സാരി വാരിച്ചുറ്റി പിടഞ്ഞെണീറ്റ ഹേമ കാലുകൊണ്ട് വാസുവിൻ്റെ അടിവയറ്റിന് താഴെ നോക്കി ആഞ്ഞു തൊഴിച്ചു. "അയ്യോ എടാ സുഗു, ഈ നായിൻ്റെ മോളെ വെറുതെ വിടരുത്." അടിവയറ്റിന് താഴെ കയ്യമർത്തി വാസു അലറി. ഈ രംഗങ്ങൾ കണ്ട് സുഗു അവർക്ക് നേരെ ഓടി വന്നപ്പോൾ നിലത്തു നിന്നും ഒരു പിടി മണ്ണ് വാരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ ശേഷം ബാഗും മാറോടടുക്കി ഹേമ അവിടെ നിന്നും സർവ്വശക്തിയും എടുത്തോടി. അവൾക്ക് പിന്നാലെ പോയി പിടികൂടാമെന്ന് വിചാരിച്ചെങ്കിലും താഴെ കിടന്ന് പിടയുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ സുഗു ആ ഉദ്യമം ഉപേക്ഷിച്ചു. പാടവരമ്പ് കഴിയുന്നതുവരെ ഹേമ നിർത്താതെ ഓടി. ഒടുവിൽ കിതച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിയുന്ന വഴിയിൽ നിന്ന് അവൾ പിന്തിരിഞ്ഞു നോക്കി. ആരും പിന്നാലെ ഇല്ലെന്ന് ഉറപ്പായപ്പോൾ ഹേമ അവിടെ നിന്നു തന്നെ സാരിയൊക്കെ നേരെയാക്കി മുടിയും കൈകൊണ്ടൊതുക്കി ആശ്വാസത്തോടെ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.